Hello everyone, welcome to another session of representation theory. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷൂസ് ലെമ്മയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാഷ്കീസ് തിയറം ആയിരുന്നു. ആൻഡ് മാഷ്കീസ് തിയറം ആൻഡ് ഷൂസ് ലെമ്മ ആർ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ റെപ്രസെൻറ്റേഷൻ തിയറി. അപ്പോൾ എന്താണ് ഷൂസ് ലെമ്മ എന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ഒറിജിനൽ മെട്രിക്സ് വേർഷൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒറിജിനൽ വേർഷനിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എ ഓഫ് എക്സ് ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് രണ്ട് ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസ് ആണ്. എ ഓഫ് എക്സ് ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് രണ്ട് ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസ് ഓവർ കെ ഓഫ് എ ഗ്രൂപ്പ് ജി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റ് മെട്രിക്സ് ടി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് സച്ച് ദാറ്റ് ടി ഇൻറ്റു എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് എക്സ് ടി ഫോർ ഓൾ എക്സ് ഇൻ ജി. ഗ്രൂപ്പിലെ ഏത് എലമെന്റ് എടുത്താലും നമുക്ക് ഒരു കോൺസ്റ്റന്റ് മെട്രിക്സ് ടി കണ്ടുപിടിക്കാൻ പറ്റും. കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ്, നോൺ സിംഗുലർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ടി എന്ന് പറയുന്നത് സിംഗുലറും ആവാം നോൺ സിംഗുലറും ആവാം. ആൻഡ് ടി ഇൻറ്റു എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ബി ഓഫ് എക്സ് ആയിരിക്കും ഫോർ ഓൾ എക്സ് ഇൻ ജി. അങ്ങനെയാണെങ്കിൽ ഈ ടിക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നില്ലെങ്കിൽ ടി 0 ആവണം, അല്ലെങ്കിൽ ടി എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആയിരിക്കും. അപ്പൊ ടി നോൺ സിംഗുലർ ആണെങ്കിൽ നമുക്ക് എ ഓഫ് എക്സിനെ ടി ഇൻവേഴ്സ് ബി ഓഫ് എക്സ് ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് എ ഓഫ് എക്സ് ആൻഡ് ബി ഓഫ് എക്സ് ആർ ഇക്വാലന്റ്. എ ഓഫ് എക്സും ബി ഓഫ് എക്സും ഇക്വാലന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ അർത്ഥം രണ്ട് ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസ് ഇക്വാലന്റ് റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് ടി ഇൻറ്റു എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് എക്സ് ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ടി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മെട്രിക്സ് എപ്പോഴും സീറോ മെട്രിക്സ് ആയിരിക്കും. വേറെ സിംഗുലർ മെട്രിക്സിനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ വരുന്നില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എ ഓഫ് എക്സ് ആൻഡ് ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ ആൻഡ് ഇൻഈക്വാലന്റ്, ഇറെഡ്യൂസിബിൾ ആൻഡ് ഇൻഈക്വാലന്റ് representations ആണെങ്കിൽ, irreducible and inequivalent representations of G ആണെങ്കിൽ, then you have T equal to 0. A of x and B of x are irreducible inequivalent representations, and it also satisfies the condition T A of x equal to A of B of x T. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ടി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മെട്രിക്സ് എന്തായിരിക്കും, എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ ഈ ഒരു റിസൾട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് നമ്മൾ ഇനി വരുന്ന പല പ്രൂഫുകളിലും ഉപയോഗിക്കുന്ന ഒരു റിസൾട്ടാണ്. അപ്പൊ ഇത്രയാണ് ഷൂസ് ലെമ്മയുടെ ഒരു മെട്രിക്സ് വേർഷൻ, ഒറിജിനൽ വേർഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ റെപ്രസെന്റേഷൻ തിയറിയിൽ ജി മൊഡ്യൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ജി മൊഡ്യൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഷൂസ് ലെമ്മ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ജി ഹോമോമോർഫിസം എന്ന് അറിയണം. അപ്പൊ എന്താണ് ജി ഹോമോമോർഫിസം എന്ന് പറയുമ്പോൾ, ജി ഹോമോമോർഫിസം, അപ്പൊ അവിടെ ഒരു ജി മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ജി മൊഡ്യൂൾസ് വിയും യുവും ഉണ്ട് ഓവർ കെ. ഇത് ഇറെഡ്യൂസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഇനി നമ്മൾ തീറ്റ എന്ന് പറയുന്നത് വി ടു യു ഒരു മാപ്പ് ഡിഫൈൻ ചെയ്തു. ഒരു ലീനിയർ മാപ്പാണ്, അല്ല മാപ്പ് ചില്ലറക്കാരനല്ല, മാപ്പ് ഒരു ലീനിയർ മാപ്പാണ്. ആൻഡ് ഇതൊരു ജി ഹോമോമോർഫിസം ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ വി എക്സ് തീറ്റ ഈക്വൽ ടു വി തീറ്റ എക്സ്, വി എക്സ് തീറ്റ ഈക്വൽ ടു വി തീറ്റ എക്സ് ഫോർ ഓൾ വി എലമെന്റ് ഓഫ് വി ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ജി. അപ്പൊ ഈ ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി with all the linear maps induced by the action of G അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു ജി ഹോമോമോർഫിസം ആണെന്ന് പറയാം. ഇനി എങ്ങനെയാണ് ഇതൊരു ഷൂസ് ലെമ്മയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ
ഒരു ലീനിയർ മാപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബൈ ഡെഫിനേഷൻ ഓൺ ഷൂസ് ലെമ്മ നമുക്കൊരു മെട്രിക്സ് ടി കിട്ടുന്നുണ്ട്. ഈ ഒരു മെട്രിക്സ് ടിയും നമുക്ക് ഒരു ലീനിയർ മാപ്പ് തീറ്റ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇത് രണ്ടും ഇക്വാലന്റ് ആണ്. അതായത് നിങ്ങൾ ഒരു 2 ജി മൊഡ്യൂൾസ് എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ജി ഹോമോമോർഫിസം തീറ്റ ഡിഫൈൻ ചെയ്യുന്നതും 2 മെട്രിക്സ് റെപ്രസെന്റേഷൻ എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് മെട്രിക്സ് ടി കിട്ടുന്നതും ഇത് രണ്ടും എന്തായിരിക്കും? ഇക്വാലന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഷൂസ് ലെമ്മ പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് മതി? ജി മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ അതിന്റെ ജി ഹോമോമോർഫിസം മതി എന്നുള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം 2 ജി മൊഡ്യൂൾ യുവും വിയും എടുത്തു. അതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് എ ഓഫ് എക്സും ബി ഓഫ് എക്സും. അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ബേസിസ് ഉണ്ടാവും. അപ്പൊ ബേസിസ് എലമെന്റ്സ് u1 u2 എക്സെട്ര um എടുത്തു. ബി ഓഫ് എക്സിന്റെ v1 v2 എക്സെട്ര vn എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദിസ് പെർട്ടിക്കുലർ ഡെഫിനിഷൻ എ ഓഫ് എക്സ് ആണ് അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ. അപ്പൊ നമുക്ക് ui എക്സിനെ എങ്ങനെ എഴുതാം? aij ഓഫ് എക്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ ui x equal to sigma j is equal to 1 to m aij of x uj എന്ന് എഴുതാം. ഇനി അതേപോലെ bh എക്സിനെ നമുക്ക് ബി ഓഫ് എക്സിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അതായത് ബി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിന്റെ കറസ്പോണ്ടിങ് ബേസിസിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ തീറ്റയുടെ ലീനിയർ മാപ്പ് തീറ്റയുടെ കറസ്പോണ്ടിങ് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു n by m മെട്രിക്സ് ആയിരിക്കും. അതിനെ നമുക്ക് ടി ഇസ് ഈക്വൽ ടു ടി എച്ച് ഐ എന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പൊ അതിനർത്ഥം തീറ്റ ഫ്രം u to v ആണ്. ആൻഡ് വി ഡിഫൈൻ ഇറ്റ് ആസ് vh തീറ്റ ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to m THI UI എന്നത്. അതായത് നമുക്ക് ഇമേജ് സ്പേസിലെ ഏതൊരു എലമെന്റ് എടുത്താലും അതെന്ന് പറയുന്നത് ബേസിസ് എലമെന്റ്സിന്റെ ഇമേജുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഇതൊരു ജി ഹോമോമോർഫിസം എല്ലാം ജനറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താണ് കണ്ടീഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ വി എച്ച് എക്സ് തീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു. ഇപ്പൊ വി എച്ച് എക്സ് തീറ്റ എന്ന് പറയുമ്പോൾ പി എച്ച് എക്സ് എവിടുത്തെ എലമെന്റ് ആണ്? വി എച്ച് എക്സ് ബൈ ഡെഫിനേഷൻ വി എച്ച് എക്സ് എന്ന് പറയുന്നത് ബി ഓഫ് എക്സിൽ എലമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വി എച്ച് എക്സിനെ ബി ഓഫ് എക്സ് ഇൻറ്റു ബി കെ എന്നുള്ള രീതിയിൽ എഴുതാം. സോ സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to n ബി എച്ച് കെ ഓഫ് എക്സ് ബി കെ എന്നുള്ള രീതിയിൽ എഴുതാം ഇൻറ്റു തീറ്റ. ഇനി നമുക്ക് ഈ തീറ്റനെ ഉള്ളിലോട്ട് എടുക്കാം. കാരണം ഇതൊരു ഫൈനൈറ്റ് സം ആണ്. നമുക്ക് ഇതിലുള്ള ടേംസിനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് തീറ്റ എന്ന് പറയുന്നത് ഈ കെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ തീറ്റേനെ നമ്മുടെ ഫൈനൈറ്റ് സമ്മിലേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to n ബി എച്ച് കെ ഓഫ് എക്സ് ബി കെ തീറ്റ എന്ന് കിട്ടും. ഇനി ബി കെ തീറ്റ ബൈ ഡെഫിനേഷൻ we know that it is sigma j is equal to 1 to 1 t kj uj. അപ്പൊ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനൈറ്റ് സം ആയതുകൊണ്ട് നമുക്ക് സമ്മിനെ ഒരുമിച്ച് എഴുതാം. സോ സിഗ്മ j is equal to 1 to n sigma k is equal to 1 to n b h k of x t kj uj എന്ന് എഴുതാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ വി എച്ച് തീറ്റ എക്സ് എന്ന് പറയുന്നത് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to m ടി എച്ച് ഐ യു ഐ എക്സ് എന്നാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എക്സിന് ഉള്ളിലോട്ട് എടുക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സമ്മേഷൻ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് as സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to m ടി എച്ച് ഐ സിഗ്മ
ഓക്കെ, അപ്പൊ UI(x) എന്ന് കിട്ടും. ഇനി UI(x) എന്ന് പറയുന്നത് സിഗ്മ j is equal to 1 to m aij of x uj ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സിഗ്മ j is equal to 1 to m, സിഗ്മ I is equal to 1 to m thi aij of x uj എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് നേരത്തെ കണ്ടത് എന്തായിരുന്നു? BHX into theta എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് B of x into t. B of x into t. അങ്ങനെയാണെങ്കിൽ BH theta x എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് T into A of x. T into A of x. T into A of x. അപ്പോ ഈ തീറ്റ എന്ന് പറയുന്ന ലീനിയർ മാപ്പ് അതൊരു G ഹോമോമോർഫിസം ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ടി എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് എക്സ് ടി. അതായത് തീറ്റ ഒരു G ഹോമോമോർഫിസം ആണ് എന്ന് പറയുന്നതും ടി ഇൻറ്റു എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് എക്സ് ടി എന്ന് പറയുന്ന ഈ രണ്ട് റിലേഷനും എന്താണ്? ഇക്വാലന്റ് ആണെന്ന് കിട്ടും. അപ്പോൾ തീറ്റയും നമ്മുടെ ലീനിയർ മാപ്പ് തീറ്റയും ടിയും തമ്മിലൊരു കറസ്പോണ്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? റെപ്രസെന്റേഷൻ തിയറിയിലെ ഷൂസ് ലെമ്മ പ്രൂവ് ചെയ്യാനായിട്ട് G ഹോമോമോർഫിസം യൂസ് ചെയ്യാം എന്നുള്ള കൺക്ലൂഷന് നമ്മൾ എത്തി. ഇനി നമുക്ക് ഏതൊരു ഫംഗ്ഷൻ ആകുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്ന പ്രത്യേകിച്ച് നമ്മൾ ലീനിയർ മാപ്പ് ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ആണ് അതിന്റെ കേർണല്. സോ തീറ്റ എന്ന് പറയുന്നത് ബിന്ന് യുയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പ് ആണ്. അതിന്റെ കേർണൽ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ വി നോട്ട് എലമെന്റ് ഓഫ് ബി സച്ച് ദാറ്റ് വി നോട്ട് തീറ്റ ഈക്വൽ ടു 0. ഇതെന്ന് പറയുന്ന ബിന്റെ ഒരു സബ്സ്പേസ് ആണ്. ഇനി തീറ്റയുടെ ഇമേജ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ U1 element of U such that U1 equal to V1 theta for some V1 element of V. അത് യുവിന്റെ ഒരു സബ്സ്പേസ് ആണ്. അപ്പൊ എന്താണ് കേർണൽ ഓഫ് തീറ്റ? 0 നമ്മളുടെ വെക്ടർ സ്പേസിൽ 0യിലേക്ക് മാപ്പ് ചെയ്യുന്നത് ഈ തീറ്റ എന്ന് പറയുന്ന മാപ്പ് വെക്ടർ സ്പേസിൽ ഏതൊക്കെ എലമെന്റിനെയാണോ 0യിലേക്ക് മാപ്പ് ചെയ്യുന്നത് അതിനെയാണ് അതിന്റെ കേർണൽ എന്ന് പറയുന്നത്. ഇനി വെക്ടർ സ്പേസിൽ എലമെന്റ് യുവില് ഏതൊക്കെ എലമെന്റിനെയാണോ നമ്മൾ ബിയിലേക്ക് മാപ്പ് ചെയ്യുന്നത് ആ എലമെന്റുകളുടെ കളക്ഷനെയാണ് സെറ്റ് ഓഫ് ഓൾ U1 എലമെന്റ് ഓഫ് U സച്ച് ദാറ്റ് ആ U1നെ ലീനിയർ മാപ്പ് തീറ്റയുടെ ഒരു ഇമേജ് ആയിട്ട് ദാറ്റ് ഇസ് U1 ഈക്വൽ ടു V1 തീറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ആ സബ്സ്പേസിനെയാണ് ഇമേജ് ഓഫ് തീറ്റ എന്ന് പറയുന്നത്. ഇനി തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഇൻജെക്റ്റീവ് ഇഫ് കേർണൽ ഓഫ് തീറ്റ ഈക്വൽ ടു Z0 ആൻഡ് സബ്ജെക്റ്റീവ് ഇഫ് ഇമേജ് ഓഫ് തീറ്റ ഈക്വൽ ടു U. തീറ്റ ഇനി ഇൻജെക്റ്റീവും സർജക്റ്റീവും ആണെങ്കിൽ നമ്മൾ അതിനെ ബൈജക്റ്റീവ് അല്ലെങ്കിൽ ഐസോമോർഫിസം എന്ന് പറയും. ഇപ്പോൾ ഒരു ലീനിയർ മാപ്പ് തീറ്റ ഐസോമോർഫിസം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴും നോൺ സിംഗുലർ ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എപ്പോഴും നോൺ സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ലീനിയർ മാപ്പിന്റെ പ്രോപ്പർട്ടി ആണ്. നമുക്കറിയാം നമ്മളുടെ തീറ്റ എന്ന് പറയുന്നതും ലീനിയർ മാപ്പ് ഒരു നമ്മളുടെ G ഹോമോമോർഫിസും ഒരു ലീനിയർ മാപ്പാണെന്ന് പറയാം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു G ഹോമോമോർഫിസത്തിലേക്ക് അപ്ലൈ ചെയ്യാമെന്നത് നോക്കാം. അപ്പൊ കേർണൽ ഓഫ് തീറ്റ ആൻഡ് ഇമേജ് ഓഫ് തീറ്റ അത് രണ്ടും എന്താണ്? G മോഡ്യൂൾസ് ആണ്. അപ്പൊ നമ്മൾ കേർണൽ ഓഫ് തീറ്റയിലെ ഒരു എലമെന്റ് V0 എടുക്കുമ്പോൾ V0 തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ V0 x ഇൻറ്റു തീറ്റ ഈക്വൽ ടു V0 ഇൻറ്റു തീറ്റ എക്സ് ആണ്. സോ V0 തീറ്റ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതും 0 ആണെന്ന് പറയാം. അപ്പൊ V0 കേർണൽ ഓഫ് തീറ്റയിൽ ഉണ്ടെങ്കിൽ V0 എക്സും കേർണൽ ഓഫ് തീറ്റയിൽ ഉണ്ടാവും. which proves that kernel of theta is a G module. നമ്മൾ പറയുന്ന റിസൾട്ട് കേർണൽ ഓഫ് തീറ്റ എന്ന് പറയുന്നത് ഒരു G മോഡ്യൂൾ ആണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറയുന്നത്
ഇമേജ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് ഒരു ജി മൊഡ്യൂൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യുക, ഇമേജ് ഓഫ് തീറ്റയിലെ ഒരു എലമെന്റ് u1 എടുക്കും. അപ്പൊ u1ന് നമുക്ക് v1 തീറ്റ എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ u1 x എന്ന് പറയുന്നത് v1 തീറ്റ x ആയിട്ട് എഴുതാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു v1 x ഇൻറ്റു തീറ്റ എന്ന് എഴുതാം. കാരണം അതൊരു ജി ഹോമോമോർഫിസം ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, u1 x എന്ന് പറയുന്നത് ഇമേജ് ഓഫ് തീറ്റയിലെ എലമെന്റ് ആണ്. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ, കാരണം v1 x എന്ന് പറയുന്നത് ബിയിലെ എലമെന്റ് ആണ് ആൻഡ് ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ജി മൊഡ്യൂൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇമേജ് ഓഫ് തീറ്റ ഒരു ജി മൊഡ്യൂൾ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത തിയറം എന്ന് പറയുന്നത് യും ബിയും രണ്ട് ഇറെഡ്യൂസിബിൾ ജി മൊഡ്യൂൾസ് ഓവർ കെ ആണ്. ഓക്കെ, യും ബിയും രണ്ട് ഇറെഡ്യൂസിബിൾ ജി മൊഡ്യൂൾസ് ഓവർ കെ ആണ്. ജി ഹോമോമോർഫിസം തീറ്റ ഫ്രം ബി ടു യു എന്ന് പറയുന്നത് ഒരു ജി ഹോമോമോർഫിസം ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഐദർ ഒരു സീറോ മാപ്പ് ആയിരിക്കും അല്ലെങ്കിൽ തീറ്റ ഒരു ഐസോമോർഫിസം ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഷൂസ് ലെമ്മയുടെ ഒരു അബ്സ്ട്രാക്ട് വേർഷൻ ആണ്. ഇപ്പൊ നമ്മളുടെ മെട്രിക്സ് വേർഷനുമായിട്ട് കമ്പയർ ചെയ്യാം. നമുക്ക് അവിടെ എ ഓഫ് എക്സും ബി ഓഫ് എക്സും രണ്ട് ഇറെഡ്യൂസിബിൾ മെട്രിക്സ് റെപ്രസെന്റേഷൻ എന്നുള്ളതായിരുന്നു. ഇവിടെ ഇറെഡ്യൂസിബിൾ ജി മൊഡ്യൂൾസ് ഓവർ കെ ആണ്. ആൻഡ് തീറ്റ എന്ന് പറയുന്നത് ബി ടു യു ആയിരുന്നു. അവിടെ എന്തായിരുന്നു, നമുക്കൊരു കോൺസ്റ്റന്റ് മെട്രിക്സ് ടി ഉണ്ടായിരുന്നു. സച്ച് ദാറ്റ് ടി എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് എക്സ് ടി is either a zero map or else, and second, theta is an isomorphism. So isomorphism, equivalent representation എന്നുള്ള മെട്രിക്സിലെ കൺസെപ്റ്റും സെയിം ആണ്. ഇനി അവിടെ മെട്രിക്സ് സീറോ ആവുന്നു, ഇവിടെ ലീനിയർ മാപ്പ് സീറോ ആവുന്നു. അപ്പൊ അതാണ് ഒരു വ്യത്യാസം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലീനിയർ മാപ്പ് തീറ്റ സീറോ ആണെങ്കിൽ ഇറ്റ് ഇസ് ഓബ്വിയസ്. ഇനി തീറ്റ സീറോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് തീറ്റ എന്ന് പറയുന്നത് ഒരു ബൈജക്ഷൻ ആണ്. ബൈജക്ഷൻ ആണെന്ന് പറയുമ്പോൾ അതിന്റെ കേർണൽ സെറ്റ് സീറോയും ഇമേജ് ഓഫ് തീറ്റ യു ആയിരിക്കണം. ഇനി കേർണൽ ഓഫ് തീറ്റ എന്ന് പറയുന്നത് ഒരു ജി മൊഡ്യൂൾ ആണ്. ആൻഡ് അതെന്ന് പറയുന്നത് നമ്മളുടെ ഇറെഡ്യൂസിബിൾ ജി മൊഡ്യൂൾ പിന്റെ ഒരു സബ് മൊഡ്യൂൾ ആണ്. അപ്പോൾ ഐദർ ഇറെഡ്യൂസിബിൾ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് സബ് മൊഡ്യൂൾസിന്റെ പോസിബിലിറ്റി, ഒന്നില്ലെങ്കിൽ അത് സെറ്റ് സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ബി ആയിരിക്കണം. അപ്പൊ കേർണൽ ഓഫ് തീറ്റ ബി ആയിട്ട് എടുക്കും. കേർണൽ ഓഫ് തീറ്റ ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ തീറ്റ സീറോ ആയിരിക്കും. സോ വിച്ച് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് കേർണൽ ഓഫ് തീറ്റ എന്ത് തന്നെ ആയിരിക്കണം, സെറ്റ് സീറോ തന്നെ ആയിരിക്കും. ഇനി ഇമേജ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് യുവിന്റെ ഒരു സബ് മൊഡ്യൂൾ ആണ്. എഗെയിൻ യു എന്ന് പറയുന്നത് ഒരു ഇറെഡ്യൂസിബിൾ ജി മൊഡ്യൂൾ ആയതുകൊണ്ട് നമുക്ക് സബ് മൊഡ്യൂളിൽ രണ്ട് കണ്ടീഷൻസ് ആണ് പോസിബിൾ ആയിട്ടുണ്ടാവുക. ഇമേജ് ഓഫ് തീറ്റ ഈക്വൽ ടു സെറ്റ് സീറോ ആൻഡ് ഇമേജ് ഓഫ് തീറ്റ ഈക്വൽ ടു യു. ഇമേജ് ഓഫ് തീറ്റ സെറ്റ് സീറോ ആണെങ്കിൽ നമുക്ക് തീറ്റ സീറോ ആയിട്ട് കിട്ടും. ഹെൻസ് ഇറ്റ് ഫോളോസ് ദാറ്റ് ഇമേജ് ഓഫ് തീറ്റ ഈക്വൽ ടു യു. അതുകൊണ്ട് തന്നെ തീറ്റ എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസം ആണ് ആൻഡ് ഇറ്റ് പ്രൂവ്സ് ദ ഷൂസ് ലെമ്മ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു കൊറോളറി ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊറോളറി ആണ്. ഈ റിസൾട്ട് നമ്മൾ ഇനി ഫെർദർ ആയിട്ടുള്ള ഒരുപാട് റിസൾട്ടുകളിൽ യൂസ് ചെയ്യും. ഇപ്പൊ കൊറോളറി പറയുന്ന ഇത്രയേ ഉള്ളൂ. എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇറെഡ്യൂസിബിൾ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ജി ഓവൻ ആൻ ആൾജിബ്രൈക്കലി ക്ലോസ്ഡ് ഫീൽഡ് കെ.
അപ്പൊ ഓൾജിബ്രായിക്ലി ക്ലോസ്ഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ആ ഫീൽഡിലെ ഏതൊരു എലമെന്റ് കെ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പോളിനോമിയൽ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് പി ഓഫ് കെ എന്ന് പറയുന്നത് 0 ആവുന്ന രീതിയിൽ. അപ്പൊ ഇതാണ് ഓൾജിബ്രായിക്ലി ക്ലോസ്ഡ് ഫീൽഡ് എന്ന് പറയുന്നത്. Then the only matrices which commute with all the matrices A of x where x element of G are the scalar multiples of the unit matrix. അപ്പൊ A of x ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന മെട്രിക്സുകൾ എടുക്കുകയാണെങ്കിൽ അത് എന്ത് മാത്രമായിരിക്കും? യൂണിറ്റ് മെട്രിക്സിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾസ് മാത്രമായിരിക്കും. ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഷൂസ് ലെമ്മ യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ളൊരു പ്രൂഫാണ്. നമ്മൾ ആദ്യം A of x equal to B of x എന്ന് എടുത്തു. A of x എന്ന് പറയുന്നത്, കാരണം നമ്മൾ ഷൂസ് ലെമ്മ പറയുന്ന സമയത്ത് അവിടെ രണ്ട് മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് A of x ഉം B of x ഉം രണ്ടും ഒന്ന് തന്നെയായിട്ട് നമ്മൾ എടുത്തു. ഇനി പറയുന്നത് A of x irreducible over an algebraically closed field K എന്നാണ് പറയുന്നത്. ആൻഡ് നമ്മൾ ടി എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുകയാണ് such that T into A of x equal to A of x T for all x element of G. ഇനി നമ്മളൊരു K എന്ന് പറയുന്ന ഒരു സ്കെയിലാർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാം. ദാറ്റ് ഇസ് T into A of x equal to A of x T അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം മൈനസ് ടി A of x equal to A of x മൈനസ് ടി എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് കെ ഐ കൊണ്ട് മൈനസ് ചെയ്യാം. സോ കെ ഐ മൈനസ് ടി ഇൻറ്റു എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് എക്സ് ഇൻറ്റു കെ ഐ മൈനസ് ടി. ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബൈ ഷോസ് ലെമ്മ നമുക്ക് പറയാം, ഓക്കെ അത് അപ്ലൈ ചെയ്യാനായിട്ടില്ല, സോ ഈക്വൽ ആണെന്ന് കിട്ടും. ഇനി നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് കെ ഐ മൈനസ് ഇ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോളിനോമിയൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പോളിനോമിയൽ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കെയിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് നമുക്ക് തന്നിരിക്കുന്ന കെ എന്ന് പറയുന്നത് ഓൾജിബ്രായിക്ലി ക്ലോസ്ഡ് ആണ്. ഓൾജിബ്രായിക്ലി ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്കെയിലർ കെ നോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ കെയിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് കെ നോട്ട് ഐ മൈനസ് ടി ഈക്വൽ ടു 0. അപ്പൊ അത് 0 ആണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെ നോട്ട് ഐ മൈനസ് ടി എന്ന് പറയുന്നത് ഒരു സിംഗുലർ മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ ഷൂസ് ലെമ്മയിൽ പറഞ്ഞു നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് മെട്രിക്സ് ടി എന്ന് പറയുന്നത് സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ അത് എന്ത് മാത്രമേ ആവാൻ പറ്റുള്ളൂ? 0 മെട്രിക്സ് മാത്രമേ ആവാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ തിയറോ ആയിട്ട് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടിന്റെ സ്ഥാനത്ത് കെ ഐ മൈനസ് ടി ആണ് എടുക്കുന്നത് എന്ന് നോക്കണം. ഇതൊരു ഹിന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഓർത്തു വയ്ക്കുക. ഫുൾ പ്രൂഫ് പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഏത് ടേംസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, എടുക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും പ്രൂഫ് പഠിക്കുന്നത്. അപ്പൊ ഇതൊരു ഹിന്റ് ആയിട്ട് എടുക്കുക. ഷൂസ് ലെമ്മ അപ്ലൈ ചെയ്യണം. ഇവിടെ ഷൂസ് ലെമ്മയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടി ഉപയോഗിച്ചിട്ടല്ല എടുക്കുന്നത്. ടിക്ക് പകരം കെ ഐ മൈനസ് ടി ആണ് നമ്മൾ എടുക്കുന്നതെന്ന് ആലോചിക്കാം. അപ്പൊ നമുക്ക് കെ നോട്ട് ഐ മൈനസ് ടി ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ടി ഇസ് ഈക്വൽ ടു കെ നോട്ട് ഐ എന്ന് കിട്ടും. കോൺവേഴ്സ്ലി നമ്മൾ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ ഐ ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും എന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് ഉള്ളത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് കമ്മ്യൂട്ടന്റ് ഓൾജിബ്ര അല്ലെങ്കിൽ എൻഡോമോർഫിസം ഓൾജിബ്ര എന്നുള്ളതാണ്.
അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ജി എടുത്തു ഓവർ ആൻ ആൾജിബ്രൈക്ലി ക്ലോസ്ഡ് ഫീൽഡ് കെ. സോ കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ എന്തായിരുന്നു? നമുക്ക് ആ ഒരു മെട്രിക്സിനെ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. എ ഓഫ് എക്സ് ഇസ് equivalent to a diagonal matrix. A of x നെ ഒരു diagonal matrix ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി ഓഫ് എ എന്ന് പറയുന്നത് നമ്മളൊരു സെറ്റ് എടുക്കുകയാണ്. സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് ടി ഓവർ കെ which satisfy the condition T A of x equal to A of x t for all x element of G. അപ്പോൾ സി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് ടി ഓവർ കെ such that T into A of x equal to A of x t for x element of G എന്നൊരു സെറ്റ് എടുക്കാം. നമ്മൾ ഇനി ഒരു കളക്ഷൻ നോക്കുകയാണെങ്കിൽ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. കാരണം ഇതൊരു ഓൾജിബ്ര ഓവർ കെ ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് K1 T1 T2 ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ K1 T1 പ്ലസ് K2 T2 ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇൻറ്റു A of x ഈക്വൽ ടു K1 T1 A1 A of x പ്ലസ് K2 T2 A of x which is equal to K1 T1 A of x നെ നമുക്ക് A of x T1 എഴുതാം പ്ലസ് K2 T2 A of x നെ A of x T2 എന്ന് എഴുതാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് A of x നെ കോമൺ ആയിട്ട് എടുക്കാം. സോ K1 T1 പ്ലസ് K2 T2 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ T1 T2 എന്ന് പറയുന്ന രണ്ട് എലമെന്റ് ഈ സി ഓഫ് എയിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷനും എവിടെ തന്നെ ഉണ്ടാവും? ആ സെറ്റിൽ തന്നെ ഉണ്ടാവും. ഇനി ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സി ഓഫ് എനെ ഇസ് എ കമ്മ്യൂട്ടന്റ് ആൾജിബ്ര ഓഫ് എ എന്ന് പറയാം. കമ്മ്യൂട്ടന്റ് ആൾജിബ്ര ഓഫ് എ എന്ന് പറയാം. And it is a subalgebra of the complete matrix algebra MM of K, where M is the degree of K എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. കമ്മ്യൂട്ടന്റ് ആൾജിബ്ര ഓഫ് എ എന്ന് പറയുമ്പോൾ ഈ എ എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എല്ലാ ടികളുടെയും കളക്ഷൻ ടി ഇൻറ്റു എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് എക്സ് ടി. അത്രയേ ഉള്ളൂ. ഇനി രണ്ട് മെട്രിക്സ് റെപ്രസെന്റേഷൻസ് ഇക്വാലന്റ് ആണെങ്കിൽ അതിന്റെ കമ്മ്യൂട്ടന്റ് ആൾജിബ്രയും ഇക്വാലന്റ് ആയിരിക്കും. ഈ ഒരു പ്രപ്പോസിഷനാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മളൊരു സെക്കൻഡ് ഈ ഒരു ഡെഫിനേഷൻ നോക്കാം. വാട്ട് ഈസ് കമ്മ്യൂട്ടന്റ് ആൾജിബ്ര? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എ ഓഫ് എക്സും ബി ഓഫ് എക്സും ഇക്വാലന്റ് റെപ്രസെന്റേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കമ്മ്യൂട്ടന്റ് ആൾജിബ്ര എന്ന് പറയുന്നത് ഇക്വാലന്റ് ആയിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇക്വാലന്റ് റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് നമുക്ക് ബി ഓഫ് എക്സിനെ പി ഇൻവേഴ്സ് എ ഓഫ് എക്സ് പി എന്ന് എഴുതാം. ഇനി ഞാൻ സി ഓഫ് എയിൽ ഒരു എലമെന്റ് എടുത്താൽ എനിക്ക് കാണിക്കുന്നത് അത് സി ഓഫ് ബിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് സി ഓഫ് എയിൽ ഒരു എലമെന്റ് എടുത്തു. അപ്പൊ അതിലുള്ള എലമെന്റ്സ് ഒക്കെ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ടി ഇൻറ്റു എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് എക്സ് ടി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. നമ്മളിതിൽ ആദ്യം ചെയ്യുന്നത് ഈ മാപ്പ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണെന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മളിവിടെ ഒരു മാപ്പ് സൈ ഡിഫൈൻ ചെയ്യും. ടി ടു പി ഇൻവേഴ്സ് ടി പി എന്ന് പറയുന്ന ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യും. ഓക്കെ, കാരണം നമുക്ക് ഇത് രണ്ടും ഐസോമോർഫിക് ആണെന്ന് കാണിക്കേണ്ടി. അപ്പൊ ആ ഐസോമോർഫിസം മാപ്പ് എന്ന് പറയുന്നത് ടി മാപ്പിംഗ് ടു പി ഇൻവേഴ്സ് ടി പി ആണ്.
ഈ ഒരു പെർട്ടിക്കുലർ മാപ്പ് വെൽ ഡിഫൈൻഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇതിൽ കാണിക്കുന്നത്. ഇപ്പൊ വെൽ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ ടി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇതിൽ എടുക്കുകയാണെങ്കിൽ അത് എവിടെ ഉണ്ടാവണം? പി ഇൻവേഴ്സ് ടി പി എന്ന് പറയുന്നതും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതേപോലെ നേരെ തിരിച്ചു, പി ഇൻവേഴ്സ് ടി പി സി ഓഫ് ബിയിൽ ഉണ്ടെങ്കിൽ ടി സി ഓഫ് എയിൽ എലമെന്റ് ആയിരിക്കണം. ഇപ്പൊ വെൽ ഡിഫൈൻഡ് ആണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യം പി ഇൻവേഴ്സ് ടി പി ബി ഓഫ് എക്സ് എടുക്കുക. ഇപ്പൊ ബി ഓഫ് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, പി ഇൻവേഴ്സ് എ ഓഫ് എക്സ് പി. ഇനി ഈ പിയും പി ഇൻവേഴ്സും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് ഐഡന്റിറ്റി കിട്ടും. സോ പി ഇൻവേഴ്സ് ടി എ ഓഫ് എക്സ് പി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് ഇൻറ്റു പി ഇൻവേഴ്സ് ടി പി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ബി ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, പി ഇൻവേഴ്സ് എ ഓഫ് എക്സ് പി, പി ഇൻവേഴ്സ് ടി പി. ഇത് ഈ ഒരു സെയിം ടേം തന്നെയാണ്. പി ഓഫ് എക്സ് എന്താവും? പി ഇൻവേഴ്സ് എ ഓഫ് എക്സ് പി ആയിട്ട് മാറും. ഇറ്റ്സ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി പി. കാരണം ഈ പി ഇൻവേഴ്സ് ഐഡന്റിറ്റി ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ ഓഫ് എക്സ്, പി ഇൻവേഴ്സ് ടി എ ഓഫ് എക്സ് പി. ഇപ്പൊ നമുക്ക് പറയാം ഈ പി ഇൻവേഴ്സ് ടി പി എന്ന് പറയുന്നത് സി ഓഫ് ബിയിലെ എലമെന്റ്. ഇനി നമുക്ക് തിരിച്ചും പി ഇൻവേഴ്സ് ടി പി എന്ന് പറയുന്നത് സി ഓഫ് ബിയിലെ എലമെന്റ് ആണ്. അപ്പൊ പി ഇൻവേഴ്സ് ടി പി ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് ബി ഓഫ് എക്സ് പി ഇൻവേഴ്സ് ടി പി എന്ന് എഴുതാം. പിന്നെ പി ഇൻവേഴ്സിന് നമുക്ക് ഐഡന്റിറ്റി കിട്ടും. സോ ബാക്കിയുള്ള ടേംസ് എഴുതുന്ന സമയത്ത് പി ഇൻവേഴ്സ് എ ഓഫ് എക്സ് പി, പി ഇൻവേഴ്സ് ടി പി ഇത് ഐഡന്റിറ്റി ആവും. സോ പി ഇൻവേഴ്സ് ടി എ ഓഫ് എക്സ് പി ഈക്വൽ ടു പി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി. സോ നമുക്ക് ടി ഇൻറ്റു എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് എക്സ് ടി എന്ന് കിട്ടും. സോ ടി ഇൻറ്റു എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് എക്സ് ടി. പി ടി എവിടെയുണ്ട്? നമ്മളുടെ സി ഓഫ് എയിൽ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ വെൽ ഡിഫൈൻഡ് ആണെന്ന് കിട്ടി. ഇനി ഇത് ലീനിയർ ഐസോമോർഫിസം ആവണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ k1 t1 പ്ലസ് k2 t2 psi ഈക്വൽ ടു പി ഇൻവേഴ്സ് k1 t1 പ്ലസ് k2 t2 p എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു k1 p ഇൻവേഴ്സ് t1 p പ്ലസ് k2 p ഇൻവേഴ്സ് t2 p. ഇനി ഈ പി ഇൻവേഴ്സ് t1 p എന്ന് പറയുന്നത് t1 psi എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അതേപോലെ പി ഇൻവേഴ്സ് t2 p എന്ന് പറയുന്നത് t2 psi എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. സോ അത് ലീനിയർ ആണെന്ന് കിട്ടി. ഇനി t1 t2 psi എന്ന് പറയുന്നത് ബൈ ഡെഫിനേഷൻ എന്തായിരുന്നു? പി ഇൻവേഴ്സ് ഓഫ് t1 t2 p ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് t1 p, p inverse t2 p. So which is equal to t1 psi and t2 psi. So under addition and multiplication ഇതെന്താണ്? ഒരു ലീനിയർ മാപ്പ് ആണെന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ രണ്ട് കൺവ്യൂട്ടന്റ് ആൾജിബ്ര എന്ന് പറയുന്നത് ഐസോമോർഫിക് ആണെന്ന് പറയാം. ഇത്രയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിലുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് അത് എന്തായാലും ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യാം. ഓക്കെ, നമ്മള് ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂൾ ഗ്രൂപ്പ് റെപ്രസെന്റേഷൻ ആയിരുന്നു. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് റെപ്രസെന്റേഷൻ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ ആദ്യം എന്താണ് റെപ്രസെന്റേഷൻ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. റെപ്രസെന്റേഷൻ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നത്
ഒരു അബ്സ്ട്രാക്ട് ഗ്രൂപ്പിൽ നിന്നും ഒരു കോൺക്രീറ്റ് ഗ്രൂപ്പിലേക്കുള്ള ഒരു ഹോമോമോർഫിസത്തിനെയാണ് നമ്മൾ അതിന്റെ ഗ്രൂപ്പ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഈ റെപ്രസെന്റേഷൻ പെർമിറ്റേഷൻസ് ആവാം, മെട്രിസസ് ആവാം, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസും ആവാം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് പെർമിറ്റേഷൻ റെപ്രസെന്റേഷൻ. നമുക്ക് ഏതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എടുത്താലും അത് ഒരു പെർമിറ്റേഷൻ ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിരിക്കും. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മളൊരു പെർമിറ്റേഷൻ റെപ്രസെന്റേഷൻ പൈ ഡിഫൈൻ ചെയ്തു. പൈ ഓഫ് ഐ എന്ന് പറഞ്ഞ XI മാപ്പിംഗ് ടു XI Y ആയിട്ട് ഡിഫൈൻ ചെയ്തു. അപ്പൊ അതെങ്ങനെയാണ് റെപ്രസെന്റേഷൻ ആവുന്നത് എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യും. ആൻഡ് ഈ ഒരു ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ, അതായത് പൈ ഓഫ് പൈ എന്താണ് ചെയ്യുന്നത്, XIനെ XI Yയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ആ ഒരു എലമെന്റിനെ റൈറ്റ് സൈഡിലേക്കാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഫോം എന്ന് പറയുന്നത് പൈ ഓഫ് പൈ ഈക്വൽ ടു X1 മാപ്പിംഗ് ടു X1Y, X2 മാപ്പിംഗ് ടു X2Y, XT മാപ്പിംഗ് ടു XTY. അപ്പൊ ഇതൊരു റെപ്രസെന്റേഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഈ ഒരു ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷനെയാണ് റൈറ്റ് റെഗുലർ റെപ്രസെന്റേഷൻ ഓഫ് G എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിംഗിൾ റെപ്രസെന്റേഷൻ ഗ്രൂപ്പ് അല്ല ഉണ്ടാവുക. നമുക്ക് ഡിഫറെന്റ് പെർമിറ്റേഷൻ റെപ്രസെന്റേഷൻസ് ഓഫ് പോസിബിലി ഓഫ് ഡിഫറെന്റ് ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പോൾ ഒരു റെപ്രസെന്റേഷൻ ബൈ പെർമിറ്റേഷൻസിന് തന്നെ ഡിഫറെന്റ് ഡിഗ്രീസിൽ നമുക്ക് കിട്ടും. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. H എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് ഓഫ് G ഓഫ് ഫൈനൈറ്റ് ഇൻഡെക്സ് എന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ Hന് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കോസെറ്റ് ഡീകമ്പോസിഷൻ കൊടുത്ത് H1 T1, H2 T2 യൂണിയൻ എക്സെട്ര HTN എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിഗ്മ ഓഫ് എക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി, HTI മാപ്പിംഗ് ടു HTI X എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ സിഗ്മ ഫ്രം G ടു SN എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആണെന്ന് പറയും. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ട്രിവിയൽ matrix representation, that is non-trivial representation which is not a permutation representation. ഈ സിഗ്മ ഫ്രം G to S എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് മെട്രിക്സ് റെപ്രസെന്റേഷൻ എന്ന് നോക്കി. ഗ്രൂപ്പിലെ ഏതൊരു എലമെന്റ് എടുത്താലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് A of X ഡിഫൈൻ ചെയ്യാൻ പറ്റും, സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ A of X A of Y ഈക്വൽ ടു A of XY, where XY എലമെന്റ് ഓഫ് G. ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. A of 1 എന്ന് പറയുന്നത് I ആണ്. A of X inverse equal to A of X the whole inverse. Then we define the kernel of K, and kernel എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൂപ്പിന്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ നമ്മൾ എന്താണ്, എപ്പോഴാണ് ഒരു റെപ്രസെന്റേഷനെ ഇൻജെക്റ്റീവ് അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ ആണ് എന്ന് പറയാം. അതിന്റെ കേർണൽ എന്ന് പറയുന്നത് ഒരു ട്രിവിയൽ ഗ്രൂപ്പ് സെറ്റ് 1 ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ലീനിയർ റെപ്രസെന്റേഷൻസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. G എന്ന് പറയുന്നത് ലീനിയർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ഒരു ഫംഗ്ഷൻ ആണ് ഓൺ G വിത്ത് വാല്യൂസ് ഇൻ K. അപ്പോൾ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന് നമ്മൾ എന്ത് ചെയ്യുക, കെയിലേക്ക് മാപ്പ് ചെയ്യാണ്. And it also satisfy the condition sigma of X into sigma of Y equal to sigma of XY. അപ്പൊ ഇതിന് നമ്മളൊരു എക്സാമ്പിൾ നോക്കി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. നമുക്ക് എക്സാമിനും ഇത് ചോദിക്കാം. സീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഇസ് ഈവൻ, -1 ഇഫ് എക്സ് ഇസ് ഓഡ്. അപ്പൊ അത് നമ്മുടെ റെപ്രസെന്റേഷൻ തിയറിയുടെ ഹോമോമോർഫിസം കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്കറിയാം ഈവൻ പെർമുറ്റേഷൻസ് ആകുമ്പോൾ
അതിന് കോമ്പോസിഷൻ എടുക്കുമ്പോൾ ഈവൻ തന്നെ ആയിരിക്കും. ഓഡ് ആകുമ്പോഴും ഓഡ് പെർമ്യൂട്ടേഷൻസിന്റെ കോമ്പോസിഷൻ ഓഡ് ആയിരിക്കും. ഓഡും ഈവൻ ആകുമ്പോൾ അത് ഓഡ് ആയിരിക്കും. ഈവനും ഓഡും ആകുമ്പോൾ അത് അഗെയിൻ ഓഡ് ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാം. പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ് ജി മൊഡ്യൂൾസ്. ജി മൊഡ്യൂൾ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ലീനിയർ മാപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്? അതിന്റെ ഇമേജിന് വി ഓഫ് ആൽഫ എന്ന് നമ്മൾ എഴുതുന്നതിന് പകരം വി ആൽഫ എന്ന് പറയുന്നു, സോറി, ആൽഫ ഓഫ് വി എന്ന് പറയുന്ന ഇമേജ് എഴുതുന്നതിന് പകരം വി ആൽഫ എന്ന ഒരു നൊട്ടേഷൻ കൊടുത്തു. അത് കൊടുത്ത ബേസിസ് എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് റെപ്രസെന്റേഷൻസ് എങ്ങനെയായിരിക്കും, ഒരു ചേഞ്ച് ഓഫ് ബേസിസ് സംഭവിച്ചാൽ അതിന് എന്ത് വ്യത്യാസമായിരിക്കും അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഉണ്ടാവുക. അങ്ങനെ ലീനിയർ ആൾജിബ്രയുടെ കുറെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഒരു ഓട്ടോമോർഫിസം. അപ്പോൾ ഒരു വെക്ടർ സ്പേസിന് അതിലേക്ക് തന്നെയുള്ള ഒരു ഹോമോമോർഫിസത്തിനെയാണ് നമ്മൾ ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. ഇനി ഓട്ടോമോർഫിസങ്ങളുടെ ഒരു കളക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഓട്ടോമോർഫിസത്തിന്റെ ഒരു കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അതിന് നമ്മൾ AK of P എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് ദെൻ we define what is a G module. G എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. V over K എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണ്. നമ്മൾ അതിൽ മൾട്ടിപ്ലിക്കേഷൻ VX എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. VX വിയിൽ എലമെന്റ് ആണ്, ലീനിയാരിറ്റി ഹോൾഡ് ചെയ്യും. And V of x by equal to Vx into y and V dot 1 equal to V എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ Vx element of V എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ്നെസ് ആണ്. സെക്കൻഡ് ലീനിയാരിറ്റി ആണ്. തേർഡ് നമ്മളുടെ ഹോമോമോർഫിസം ആണ്. പിന്നെ അടുത്തത് ഐഡന്റിറ്റി ആണ്. ഇത്രയും കണ്ടീഷൻ ഒരു വെക്ടർ സ്പേസ് V over K ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെക്ടർ സ്പേസിനെ ഒരു G മൊഡ്യൂൾ ആയിട്ട് പറയും. പിന്നെ നമ്മൾ എന്താണ് ക്യാരക്ടർ എന്ന് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഒരു G മൊഡ്യൂളിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ കൺസിഡർ ചെയ്യാം. ആ മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ട്രേസ് എന്താണോ അതാണ് അതിന്റെ ക്യാരക്ടർ. ഇക്വാലന്റ് റെപ്രസെന്റേഷൻസ് ആകുമ്പോൾ അതിന് സെയിം ക്യാരക്ടർ ഉണ്ടാവും. എക്സും വൈയും കോൺജുഗേറ്റ് ആണെങ്കിലും അതിന്റെ ക്യാരക്ടർ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ളൊരു റിസൾട്ടിലേക്ക് വന്നു. പിന്നെ നമ്മൾ എന്താണ് റെഡ്യൂസിബിലിറ്റി ഓഫ് എ G മൊഡ്യൂൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു G മൊഡ്യൂള് V റെഡ്യൂസിബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സബ് മൊഡ്യൂൾ U കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഒരു സബ് മൊഡ്യൂൾ U കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ഈ U എന്ന് പറയുന്നത് ഓവർ K അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കണം. അതേപോലെ ഒരു സബ്സെറ്റ് ആയിരിക്കണം. U സബ്സെറ്റ് ഓഫ് V ആയിരിക്കണം. ഇനി U തന്നെ ഒരു G മൊഡ്യൂൾ ആയിരിക്കണം. അതായത് Ux element of U for all U element of U and X element of G. ഇനി നമ്മൾ ഏതൊരു സബ് മൊഡ്യൂൾ, നമ്മളൊരു സബ് സ്പേസിന്റെ അതേ ഡെഫിനേഷൻ തന്നെയാണ് സബ് മൊഡ്യൂളിലും പറയുന്നത്. ഏതൊരു സബ് മൊഡ്യൂൾ എടുത്താലും അതിന് നമുക്ക് പറയാം എന്തായാലും ഏതൊരു G മൊഡ്യൂൾ എടുത്താലും അതിന് രണ്ട് ട്രിവിയൽ സബ് മൊഡ്യൂൾസ് ഉണ്ടാവും. U equal to V യും U equal to 0. ഇനി ഒരു നോൺ ട്രിവിയൽ സബ് മൊഡ്യൂളിൽ നമ്മൾ പ്രോപ്പർ സബ് മൊഡ്യൂൾ എന്നും പറയും. ഒരു G മൊഡ്യൂൾ റെഡ്യൂസിബിൾ ഓവർ K ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സബ് മൊഡ്യൂൾ ഉണ്ടാവണം. അങ്ങനെയല്ലെങ്കിൽ അത് ഇറെഡ്യൂസിബിൾ ഓവർ K ആയിരിക്കും. ഇതിനെ തന്നെ നമുക്ക് മെട്രിക്സ് റെപ്രസെന്റേഷനിൽ എഴുതുകയാണെങ്കിൽ റെഡ്യൂസിബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് T ഓവർ K കണ്ടുപിടിക്കാൻ പറ്റുന്ന സിസ്റ്റം B of x equal to T inverse A of x T എന്ന് എഴുതാം. Which is equal to C of x 0, E of x, D of x എന്നുള്ള രീതിയിൽ എഴുതാം. ആൻഡ് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ് പെർമുറ്റേഷൻ മെട്രിക്സ് എന്നുള്ളതാണ്, റെപ്രസെന്റേഷൻ എന്നുള്ളതാണ്. ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ
നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാച്ചുറൽ റെപ്രസെന്റേഷൻ എന്താണ് ഒരു നാച്ചുറൽ റെപ്രസെന്റേഷൻ? ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എന്താണ് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിലിറ്റി? റെഡ്യൂസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കതിന് അപ്പർ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത മാഷ് കേസ് തിയറം ആണ്. ജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ സ്മോൾ ജി ആണ്. ആൻഡ് കെ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഐദർ ഈക്വൽ ടു 0 ഓർ എൽസ് ഇസ് പ്രൈം ടു ജി. എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ റെഡ്യൂസിബിൾ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആവാനുള്ള കണ്ടീഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക് ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൈം ടു ജി ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് 0 അല്ലെങ്കിൽ പ്രൈം ടു ജി ആണെന്ന് പറയുന്നത്? ജി ഇൻവേഴ്സിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയാനായിട്ടാണ്. അങ്ങനെ നമ്മൾ മാഷ് കേസ് തിയറം ഒക്കെ പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഷൂസ് ലെമ്മ. അപ്പൊ ഷൂസ് ലെമ്മ പറയുന്ന ഇത്രയേ ഉള്ളൂ. രണ്ട് ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് ഓവർ കെ എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇറെഡ്യൂസിബിൾ ആണ്, പക്ഷെ നമുക്കൊരു കോൺസ്റ്റന്റ് മെട്രിക്സ് ടി കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എ ഓഫ് എക്സ് ടി ഇൻറ്റു എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് എക്സ് ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടി ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ നോൺ സിംഗുലർ ആയിരിക്കും. നോൺ സിംഗുലർ ആണെങ്കിൽ ഈ രണ്ട് മെട്രിക്സ് റെപ്രസെന്റേഷനും ഇക്വാലന്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ഇറെഡ്യൂസിബിൾ ഇൻഈക്വാലന്റ് റെപ്രസെന്റേഷൻസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി എന്തായിരിക്കും? ഒരു 0 മെട്രിക്സ് ആയിരിക്കും. അതായത് നമ്മൾ ഇന്ന് അതിന്റെ മെട്രിക്സ് ഫോം പറഞ്ഞു. നമുക്ക് ജി മൊഡ്യൂൾസ് യൂസ് ചെയ്തിട്ട് അത് എങ്ങനെ പ്രൂവ് ചെയ്യാം നോക്കി. ഇപ്പൊ ജി മൊഡ്യൂൾസ് യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലീനിയർ മാപ്പ് ജി ഹോമോമോർഫിസം എന്ന് പറയുന്ന ഒരു ലീനിയർ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് പ്രൂവ് ചെയ്തത്. നമ്മൾ ആദ്യം ചെയ്തത് ഈ ലീനിയർ മാപ്പ് ജി ഹോമോമോർഫിസും നമ്മളുടെ മെട്രിക്സ് റെപ്രസെന്റേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടിയും അത് രണ്ടും ഇക്വാലന്റ് ആണ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക്, ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തി. ഇനി നമ്മൾ പിന്നെ പ്രൂവ് ചെയ്തത് എന്താണ് ഐസോമോർഫിസം. സോ ഐസോമോർഫിസം പറയുന്നുണ്ടെങ്കിൽ അത് ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആയിരിക്കണം. അപ്പൊ അതായത് കേർണൽ സെറ്റ് 0യും ഇമേജ് ഓഫ് തീറ്റ യു ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലീനിയർ മാപ്പ് ഐസോമോർഫിസം ആണെങ്കിൽ അതെന്തായിരിക്കും? നോൺ സിംഗുലർ ആയിരിക്കും. ഇനി കേർണൽ ഓഫ് തീറ്റയും ഇമേജ് ഓഫ് തീറ്റയും ഒരു ജി മൊഡ്യൂൾ ആണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഷൂസ് ലെമ്മയുടെ അബ്സ്ട്രാക്ട് വേർഷൻ നമ്മൾ പ്രൂവ് ചെയ്യും. അബ്സ്ട്രാക്ട് വേർഷൻ പറയുന്നത് ഇത്രയാണ്: യുവും ബിയും രണ്ട് ഇറെഡ്യൂസിബിൾ ജി മൊഡ്യൂൾസ് ഓവർ കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ജി ഹോമോമോർഫിസം തീറ്റ ഫ്രം വി ടു യു എന്ന് പറയുന്നത് ഐദർ ഒരു 0 മാപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ തീറ്റ ഒരു ഐസോമോർഫിസം ആയിരിക്കും. ഇനി ഒരു ആൾജിബ്രായിക്കലി ക്ലോസ്ഡ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് എ ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു മെട്രിക്സ് സി എന്ന് പറയുന്നത് എപ്പോഴും ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പ്രൂവ് എന്താണ് കമ്മ്യൂട്ടന്റ് ആൾജിബ്ര എന്ന് പറഞ്ഞു. അതായത് കമ്മ്യൂട്ടന്റ് ആൾജിബ്ര ഓഫ് എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷന്റെ കമ്മ്യൂട്ടന്റ് ആൾജിബ്ര എന്ന് പറയുന്നത് ആ മെട്രിക്സ് റെപ്രസെന്റേഷനുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ടീകളുടെ കളക്ഷൻ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മളുടെ കംപ്ലീറ്റ് മെട്രിക്സ് ആൾജിബ്രയുടെ ഒരു സബ് ആൾജിബ്ര ആയിരിക്കും എന്നതുമാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇനി എ ഓഫ് എക്സും എയും ബിയും ഇക്വാലന്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്മ്യൂട്ടന്റ് ആൾജിബ്ര എന്ന് പറയുന്നത്
ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ പ്രൂഫിലാണെങ്കിലും നിങ്ങൾ ആദ്യം ഓർത്തു വെക്കേണ്ടത് ഏത് രീതിയിലുള്ള ഐസോമോർഫിസം ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പൊ ഈ ഒരു സൈ എന്താണെന്നുള്ളത് ആലോചിക്കുക. ബാക്കി നമ്മളുടെ യൂഷ്വലി ലീനിയർ ആണ്, വെൽ ഡിഫൈൻഡ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു 3 കാര്യം ഓർത്താൽ മതി. അപ്പൊ സൈ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിട്ട് എടുക്കണം? ടി മാപ്പിംഗ് ടു പി ഇൻവേഴ്സ് ടി പി എന്ന രീതിയിൽ എടുക്കണം. അപ്പൊ എത്രയാണുള്ളത്? ഇനി ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Okay, so that's all for today.